അറിയാത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, എന്റെ ചര്യകളിൽ നിന്ന് മനുഷ്യർ ഉപേക്ഷിക്കാൻ പോകുന്ന ആദ്യത്തെ സുന്നത്തുകളിലുണ്ട് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരം. എന്റെ ഉമ്മത്തുകൾ നിസ്സാരമായി കാണാൻ പോകുന്ന അവസ്ഥ വരും. അതായിരിക്കും അത്രേ നബിയുടെ ചര്യകളിൽ ആദ്യ മനുഷ്യർ ഉപേക്ഷിച്ചു കളയുന്നത്. അതൊക്കെ ആർക്കാ കഴിയാ, രാവിലെ ജോലിക്ക് കൊണ്ടേന്ന് വഴി. എന്നാലും സുബഹിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റാൽ ചെയ്യാവുന്നതാണ്. എന്നാലും പറയും നാളെ ഡ്യൂട്ടിയല്ലേ, കഴിയില്ല. മനുഷ്യന്മാർ എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ കല്യാണം ഉണ്ടല്ലോ പിന്നെ ഒക്കെ ഒഴിക്കാനാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കുന്നതാണ്. പക്ഷെ അതിനൊരു ആനന്ദമുണ്ട്, അതിനൊരു രസമുണ്ട്. മഹാന്മാരൊക്കെ മരിച്ചുപോയപ്പോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ കൊടുത്ത മറുപടി ആരും അറിയാതെ ഇരുട്ടത്തിഴിഞ്ഞ് നിസ്കരിച്ച 2 റക്അത്ത് നിസ്കാരം, അതിന്റെ ഒരു മധുരം. ജോർദാൻ നദി കടന്ന് മഹാനായ ഇബ്രാഹിം അവരുടെ സഹാബിന്റെ കൂടെ ജോർദാൻ നദി കടന്നുകൊണ്ടിരിക്കുമ്പോ, അധികം വെള്ളമൊന്നും ഇല്ലാത്തൊരു നദിയാണ് ജോർദാൻ നദി, നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലെ. ഇവിടെ പടുത്തേതാ പുഴ ഉള്ളത്? ചാലക്കുടി പുഴ, ചിമ്മിനിപ്പുഴ. വെള്ളം കുറവാണ്, നടുവിലൂടെ ഇച്ചിരി ഒരു തോടിൽ പോകുന്ന വെള്ളമേ ഉള്ളൂ. ജോർദാൻ നദി ഇസ്രായേലിന്റെ ഫലസ്തീനും ജോർദാനും ഭാഗമായിരിക്കുന്ന ആ ഒരു ബോർഡർ. വെള്ളം ഇങ്ങനെ അവിടെ മുറിച്ചു കിടക്കുമ്പോഴാ അവിടുന്ന് ഒന്നു കൊടുത്തു വെള്ളത്തിന്ന്. മഹാനവറുകൾ പറഞ്ഞു, ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. അസ്ഹാബിനോട് പറയാണ്, പിന്നെ നമ്മൾ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരോ രാജാക്കന്മാരുടെ മക്കളോ അറിയുകയാണെങ്കിൽ ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്, നമ്മളോട് ദേഷ്യപ്പെട്ട അസൂയ കൊണ്ടിട്ട് അവര് വാളെടുത്ത് നമ്മളെ കൊല്ലാൻ വരും. നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരറിഞ്ഞാൽ. അപ്പൊ ഈ വയറ് പട്ടിണി കിടന്ന് നടക്കണ ഈ മശായിഖന്മാരുടെ ജീവിതത്തിൽ എന്താണ് ശൈഖ് അവറുകൾ നിങ്ങൾ ഈ പറയുന്ന സുഖം? പകല് നോമ്പ്, രാത്രി ഖിയാമുൽ ലൈൽ, ഉറക്കെന്ന് പറഞ്ഞ സാധനം വളരെ കുറവ്, യാത്രയും പട്ടിണിയും. എന്ത് സുഖങ്ങൾ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പുഴയിൽ നിന്നിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്നറിയോ? മഅരിഫത്തുല്ലാഹ്. ഈ ലോകം പടച്ച അല്ലാഹുല്ലേ, പടച്ച തമ്പുരാനെ നമ്മളൊക്കെ അറിഞ്ഞില്ലേ? അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയില്ലേ? അവനെ പ്രശംസിക്കാനും ബിമഹാമിദ് ലാ യഅരിഫുഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാൻ, തസ്ബീഹ് ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ തദർറുഅോടെ വിനയത്തോടെ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയാൻ. നമ്മൾ അടിമയാണ്, ഉടമസ്ഥൻ അവനാണ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്, ഞാൻ അടിമയാണ്. ഇതറിയുമ്പോ ഒരു സുഖല്ലേ? ഈ മഅരിഫത്തുല്ലാഹ്, നമ്മൾ അറിയുന്ന ഈ സുഖം, ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ല, രാജകുമാരന്മാർക്ക് കിട്ടിയിട്ടില്ല. അവര് കണ്ണുപിടിക്കാൻ വിഭജിക്കുകയാണ്, തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം അല്ലാഹു അവർക്കാർക്കും നൽകിയില്ലല്ലോ. എന്തുകൊണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരാണോ എന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിക്കുന്നത്, ഖുർആൻ കേൾക്കാൻ ചാൻസ് ഉണ്ട്, എന്നാ ഒരു സിനിമ പാട്ട് കേട്ടേക്കാം എന്ന് ചിന്തിക്കുന്നവര്, ഖുർആൻ ഓതാൻ അവിടെ സമയമുണ്ട്, എന്നാലും മറ്റേ എഡിഷനും കൂടെ പത്രം ഒന്ന് വായിച്ചു തീർത്തേക്കാം. ഒരു വാർത്ത വായിച്ചതാണ്, എന്നാലും പിന്നെ മറ്റൊരെന്ത് എഴുതി അതൊന്നും വായിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഈ ന്യൂസ് ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് മറ്റൊരു ന്യൂസ്, ആ ചാനൽ ഈ ചാനല്, ഇത് കഴിയുമ്പോഴേക്കും മനുഷ്യൻ ഉറങ്ങാൻ നേരായി.